നമസ്തേ. കേരളത്തിന്റെ വടക്കൻ മലനിരകളിൽ വിശ്വാസവും പാരമ്പര്യവും അത്ഭുതകരമായി സംഗമിക്കുന്ന അപൂർവ തീർത്ഥഭൂമിയാണ് അക്കരെ കൊട്ടിയൂർ. ശക്തിയുടെ ഏറ്റവും പവിത്രമായ ആരാധനാലയങ്ങളിൽ ഒന്നായ ഈ മഹാതീർത്ഥം ശക്തിപീഠങ്ങളുടെ ഉത്ഭവഭൂമി എന്ന വിശ്വാസത്താലാണ് ലോകമെമ്പാടുമുള്ള ഭക്തർക്കിടയിൽ അതീവ ശ്രദ്ധേയമാകുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം ദക്ഷ പ്രജാപതിയുടെ യാഗം നടന്ന ദക്ഷയാഗഭൂമിയാണ് അക്കരെ കൊട്ടിയൂർ. സതീദേവിയുടെ ദേഹത്യാഗവും പരമശിവന്റെ ഉഗ്രതാപവും അനുഭവിച്ച ഭൂമിയായി ഈ പ്രദേശം പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സ്ഥിരമായ ശ്രീകോവിലോ വലിയ ക്ഷേത്ര നിർമ്മിതിയോ ഇല്ല എന്നതാണ്. പുരാതന വിശ്വാസപ്രകാരം ഇവിടെ ക്ഷേത്രം പണിയുകയാണെങ്കിൽ ശ്രീകോവിലിന് 4 കാതം, നാലമ്പലത്തിന് 12 കാതം, ചുറ്റമ്പലത്തിന് 52 കാതം വിസ്തൃതി ആവശ്യമായി വരുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥിരക്ഷേത്രം പണിയാതെ പ്രകൃതിയോട് ചേർന്ന് പുണ്യസ്ഥാനമായി ഈ മഹാക്ഷേത്രം ഇന്നും നിലനിൽക്കുന്നു. പുരാതന കാലത്ത് വടക്കേശ്വരം ക്ഷേത്രം എന്നായിരുന്നു ഈ സ്ഥാനത്തിന്റെ പേര്. ബാവലി പുഴയുടെ തീരത്താണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കേശ്വരം എന്നും തൃച്ചേരുമല ക്ഷേത്രം എന്നും ഇക്കരെ കൊട്ടിയൂർ അറിയപ്പെടുന്നു. പ്രതിവർഷം മെയ് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ നടക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കേരളത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന ആത്മീയ മഹോത്സവങ്ങളിൽ ഒന്നാണ്. ഇടവ മാസത്തിലെ ചോദ്യനാളിൽ നടക്കുന്ന നെയ്യാട്ടോടെയാണ് മഹോത്സവത്തിന് തുടക്കമാകുന്നത്. തൃക്കലശാട്ടോടെ ഉത്സവം സമാപിക്കും. 27 ദിവസമാണ് അക്കരെ കൊട്ടിയൂരിൽ പൂജകൾ നടക്കുന്നത്. ആ ദിവസങ്ങളിൽ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം അടച്ചിടും. മറ്റെല്ലാ ദിവസങ്ങളിലും ഇക്കരെ കൊട്ടിയൂരിൽ നിത്യപൂജകൾ നടക്കുന്നു. സതീദേവിക്ക് സമർപ്പിക്കപ്പെട്ട ഭാരതത്തിലെ അപൂർവ ശക്തിപീഠങ്ങളിൽ ഒന്നായ അക്കരെ കൊട്ടിയൂരിൽ സ്വയംഭൂ ശിവലിംഗത്തോട് ചേർന്നുള്ള ഉയർന്ന വേദിയായ അമ്മറയ്ക്കൽ തറയിലാണ് സതീദേവിയെ ശക്തി രൂപത്തിൽ ആരാധിക്കുന്നത്. ഉത്സവകാലത്ത് ഇവിടെ ഉയർത്തുന്ന താൽക്കാലിക നിർമ്മിതികൾ കയ്യാലകൾ എന്നറിയപ്പെടുന്നു. സ്ഥാനികരുടെ വാസവും ഈ കയ്യാലകളിലായിരിക്കും. സ്വയംഭൂ ശിവലിംഗത്തിനും മണിത്തറയ്ക്കും താൽക്കാലിക നിർമ്മിതികളാണ് ഒരുക്കുന്നത്. തിരുവഞ്ചിറ ജലാശയം എന്ന പരിശുദ്ധ ജലാശയത്തിന്റെ ചുറ്റുമായി മണിത്തറ, അമ്മറക്കൽ തറ, പൂവറ, തിടപ്പള്ളി, കൂത്തരങ്ങ്, കിടാരക്കുണ്ട് എന്നിവ സ്ഥിതി ചെയ്യുന്നു. അഭിഷേകത്തിനും നിവേദ്യത്തിനും പൂജാരിമാർക്ക് വിശുദ്ധ സ്നാനം നടത്തുന്നതിനായി പ്രത്യേക കുളങ്ങളും ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ശൈവ, വൈഷ്ണവ, ശാക്തേയ സാമുദായിക ഐക്യത്തിന്റെ ജീവനുള്ള പ്രതീകമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. കാടർ സമൂഹത്തിൽ നിന്ന് ബ്രാഹ്മണർ വരെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചാണ് മഹായാഗത്തിന്റെ ചടങ്ങുകൾ നടത്തുന്നത്. 64 ജന്മസ്ഥാനീയർ ചേർന്ന മഹാ അടിയന്തര യോഗമാണ് ഉത്സവ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവരിൽ നിന്ന് തിരഞ്ഞെടുത്ത 13 അംഗങ്ങൾ ആചാരപരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നു. ഊരാളന്മാർ, ഉള്ളാട്ടു മനുഷ്യർ, ഓച്ചർമാർ, കണക്കപ്പിള്ളമാർ, പടിഞ്ഞീറ്റ നമ്പൂതിരിമാർ, കോഴിക്കാട്ടിരി, നന്ദാർവള്ളി തന്ത്രിമാർ തുടങ്ങി നിരവധി പാരമ്പര്യ വിഭാഗങ്ങൾക്കൊപ്പം വാളശൻ, ഒറ്റപ്പില്ലാൻ, കാടർ തുടങ്ങിയവർക്കും പ്രത്യേക പൂജാവകാശമുള്ളത് ഈ മഹോത്സവത്തിന്റെ അപൂർവ സവിശേഷതയാണ്. കൊട്ടിയൂരിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ആചാരങ്ങളിൽ ഒന്നാണ് ആലിംഗന പുഷ്പാഞ്ജലി. സതി വിയോഗത്തിൽ ദുഃഖിതനായ പരമശിവനെ മഹാവിഷ്ണു ആശ്വസിപ്പിക്കുന്നതിന്റെ പ്രതീകമായാണ് ഈ ചടങ്ങ് നടത്തുന്നത്. കുറുമാത്തൂർ മൂത്തവരെ വിഷ്ണുവിന്റെ പ്രതിപുരുഷനായി കണക്കാക്കുന്നു. മഹോത്സവ ദിനത്തിൽ കുറുമാത്തൂർ മൂത്തവർ സ്വയംഭൂ ശിവലിംഗത്തെ ആലിംഗനം ചെയ്യുന്ന ദൃശ്യം ഭക്തരെ ഭക്തിയുടെ പരമാവധിയിൽ എത്തിക്കുന്ന ആത്മീയ നിമിഷമായി മാറുന്നു. മഹോത്സവത്തിനാവശ്യമായ വിശുദ്ധ സാധനങ്ങൾ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നാണ് എത്തിക്കുന്നത്. മലർ മുഴക്കുന്ന് പാല നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മലർ, തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് അരി, മുതിരേരിക്കാവിൽ നിന്ന് വീരഭദ്രന്റെ വിശുദ്ധ വാൾ, മണത്തല ക്ഷേത്രത്തിൽ നിന്ന് അമ്മറയ്ക്കൽ തറയ്ക്കാവശ്യമായ സാധനങ്ങൾ, ഇക്കരെ കൊട്ടിയൂർ കരിമ്പന ഗോപുരത്തിൽ നിന്ന് പൂജാപാത്രങ്ങളും ആഭരണങ്ങളും എത്തിക്കുന്നു. ഇവയെല്ലാം ഇന്നും പാരമ്പര്യ രീതിയിൽ നടന്നുകൊണ്ടുവരുന്നതാണ് ശ്രദ്ധേയം. ഐതിഹ്യപ്രകാരം ഇക്കരെ കൊട്ടിയൂരിൽ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയതായും ആദി ശങ്കരാചാര്യർ ഇവിടെ പൂജ നടത്തിയതായും വിശ്വസിക്കപ്പെടുന്നു. 33 ദേവതകൾക്കും 74 ലോകങ്ങൾക്കും അധിപതിയായ ആദിപരാശക്തി സതീദേവി ഭാവത്തിൽ കുടികൊള്ളുന്ന അത്യപൂർവ ശക്തിപീഠമാണ് കൊട്ടിയൂർ. അതുകൊണ്ട് തന്നെ ദക്ഷിണകാശി എന്ന വിശേഷണവും ഈ പുണ്യഭൂമിക്ക് ലഭിച്ചിട്ടുണ്ട്. വിശ്വാസവും ഐക്യവും ആത്മീയതയും പ്രകൃതിയും ഒരുമിക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഭാരതത്തിന്റെ ആത്മീയ പൈതൃകത്തിലെ അപൂർവ ദൈവിക അനുഭവമായി തുടരുകയാണ്.